രണ്ട് യങ് ആയ മിഷണറീസിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. മോർമോൺ എന്നൊരു ക്രിസ്ത്യൻ സഭയിലെ അംഗങ്ങളാണിവർ. നല്ല കോൺഫിഡൻ്റ് ആയ സിസ്റ്ററിൻ്റെ പേര് ബാൺസ് എന്നും ഒപ്പമുള്ള അത്ര കോൺഫിഡൻ്റ് ഇല്ലാത്ത സിസ്റ്റർ പാക്സ്റ്റണും വീടുകൾ തോറും കയറി നടന്ന് മോർമോൺ സഭാവിശ്വാസം ആളുകളിലേക്ക് എത്തിക്കുന്നതാണ് ഇവരുടെ ജോലി. സിസ്റ്റർ പാക്സ്റ്റണ് ഇതുവരെ ഒരാളെപ്പോലും സഭയിൽ ചേർക്കാൻ പറ്റാത്തതിൻ്റെ വേവലാതിയുണ്ട്. ഇവർ പോകുന്ന വഴിയിൽ കാണുന്നവരോടെല്ലാം തങ്ങളുടെ വിശ്വാസം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ പോകുമ്പോൾ കുറച്ച് ഗേൾസ് ഒപ്പം വന്ന് ഫോട്ടോ എടുക്കാൻ നോക്കും. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാജിക് അണ്ടർവെയർ ആണോ ധരിക്കാറ് എന്ന് ചോദിച്ച് സിസ്റ്റർ പാക്സ്റ്റന്റെ സ്കേർട്ട് പിടിച്ച് താഴ്ത്തുന്നു. ഇതിൻ്റെ ഞെട്ടലിൽ പാക്സ്റ്റൺ കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ബാൺസ് യു ആർ ഓസം എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. അങ്ങനെ അവർ നടന്ന് ഒരു ഒറ്റപ്പെട്ട വീട്ടിലെത്തുന്നു. അടുത്തൊന്നും വേറൊരു വീട് പോലുമില്ല. സൈക്കിൾ ഒരു ചുവന്ന ലോക്ക് ഉപയോഗിച്ച് ലോക്ക് ചെയ്തുകൊണ്ട് അവർ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഡോർ തുറന്ന് ഒരു 50-60 വയസ്സ് പ്രായമുള്ള ഒരാൾ വരുന്നു. അയാളുടെ പേരാണ് റീഡ്. അവർ ആ ഡോർ സ്റ്റെപ്പിൽ നിന്ന് മോർമോൺ സഭയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു. അപ്പോൾ റീഡ് പറയുന്നു, ഇങ്ങനെ മഴയത്ത് നിൽക്കാതെ അകത്തേക്ക് ഇരിക്കുമെന്ന്. ഇത് കേട്ട സിസ്റ്റേഴ്സ് പറയും, വീട്ടിലേതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിലേ ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ എന്ന്. അതൊക്കെ ഓക്കെയാണ്, എൻ്റെ വൈഫ് അകത്തുണ്ട് എന്ന റീഡിൻ്റെ മറുപടി കേട്ട് അവർ അകത്തേക്ക് കയറുന്നു. വൈഫ് കിച്ചണിൽ പൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് റീഡ് പോകുന്നു. അതിനൊപ്പം റൂഫിലും വാളിലും മെറ്റൽ കവേഡ് ആണെന്നും പറയുന്നു. തിരിച്ചെത്തിയ റീഡും സിസ്റ്റേഴ്സും തമ്മിൽ റിലീജിയനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നു. അവരുടെ സഭയുടെ സ്ഥാപകനായ ജോസഫ് സ്മിത്ത് എല്ലാ മതങ്ങളെയും പഠിക്കുകയും ഒന്നിലും സാറ്റിസ്ഫൈഡ് ആവാതെ രൂപീകരിച്ചതാണ് മോർമോൺ സഭ എന്നെല്ലാം പറയുന്നു. അപ്പോൾ റീഡ് അവരെ ഞെട്ടിച്ചുകൊണ്ട് ജോസഫ് സ്മിത്തിനുണ്ടായ റിവീലേഷനെ പറ്റിയെല്ലാം പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ബുക്ക് ഓഫ് മോർമോൺ എടുത്തുകൊണ്ടുവരുന്നു. ഇതിപ്പോൾ ഞങ്ങളെക്കാൾ ഇതിനെക്കുറിച്ചുള്ള അറിവ് ഇയാൾക്കുണ്ടല്ലോ എന്നെല്ലാം അവർ പറയുന്നു. അതിനിടയിൽ ഏത് പയ്യാണ് വൈഫ് ഉണ്ടാക്കുന്നതെന്ന് ഗസ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ സ്മെൽ നോക്കി പാസ്റ്റൺ പറയുന്നു, ബ്ലൂബെറി പൈ അല്ലേ എന്ന്. അതിനുശേഷം ബാൺസിനോട് നിങ്ങളുടെ ഫാദർ എങ്ങനെയാണ് മരിച്ചത് എന്നെല്ലാം അന്വേഷിക്കുന്നു. മരിച്ച ഫാദറിൻ്റെ ആത്മാവ് പിന്നീട് നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്തു എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ബാൺസ് പറയുന്നു. ആ സമയത്ത് ബാൺസിൻ്റെ കയ്യിലെ സ്റ്റിച്ച് ഇട്ടതുപോലൊരു മാർക്ക് റീഡ് കാണുന്നു. ഞാൻ മരിച്ചാൽ ഒരു ബട്ടർഫ്ലൈ ആയി വന്ന് ഞാൻ സ്നേഹിക്കുന്നവരുടെ ഫിംഗർ ടിപ്പിൽ ഇരിക്കുമെന്ന് പാസ്റ്റൺ പറയുന്നു. ഇത് കേട്ട് ബാൺസ് ചിരിക്കുന്നു. പെട്ടെന്ന് കറണ്ട് പോകുന്നു. എന്നാൽ ഇതിവിടെ സാധാരണമാണെന്ന് റീഡ് പറയുന്നു. പോളിഗാമി അഥവാ മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ട്നേഴ്സ് ഉള്ളതിനെപ്പറ്റി എന്താണ് അഭിപ്രായമെന്ന് റീഡ് ചോദിക്കുന്നു. മോർമോൺ റിലീജിയൻ്റെ ഹിസ്റ്ററിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. തങ്ങളുടെ മതത്തിൻ്റെ ഇനീഷ്യൽ ഇയേഴ്സിൽ കമ്മ്യൂണിറ്റി പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ ഇത്തരം മാർഗങ്ങൾ സ്വീകരിച്ചതാകാമെന്ന് ബാൺസ് പറയുന്നു. ജോസഫ് സ്മിത്ത് തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഗോഡ്സ് റിവീലേഷൻ യൂസ് ചെയ്തിരിക്കാൻ സാധ്യത എന്നെല്ലാം റീഡ് പറയുന്നു. താൻ എല്ലാ മതങ്ങളെയും പഠിച്ചു എന്നും വൺ ട്രൂ റിലീജിയൻ എന്താണെന്ന് കണ്ടെത്തുകയാണ് എൻ്റെ ലക്ഷ്യമായിരുന്നതെന്നും പറയുന്ന റീഡ് താൻ ആ വൺ ട്രൂ റിലീജിയൻ കണ്ടെത്തിയെന്നും പറയുന്നു. ഇതെല്ലാം കേട്ട് സിസ്റ്റേഴ്സ് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു. വൈഫിനെ വിളിക്കാമെന്ന് പറഞ്ഞ് റീഡ് പോകുന്നു. അവിടെ ഇരുന്ന ക്യാൻഡിലിൽ നോക്കിയപ്പോൾ അത് ബ്ലൂബെറി പൈ ഫ്ലേവേഡ് സ്മെൽ ഉണ്ടാക്കുന്നതാണെന്ന് അറിഞ്ഞ ബാൺസ് ഞെട്ടുന്നു. വൈഫിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് റീഡ് അവരെ ഒരു മുറിയിലേക്ക് വരാൻ പറയുന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് കോൾ വന്നെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നു. പിന്നീട് ഡോർ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് കോട്ട് തങ്ങളുടെ കയ്യിലില്ല, സൈക്കിൾ ലോക്ക് അതിലാണെന്ന് ഓർക്കുന്നത്. ഡോർ തുറക്കാൻ ശ്രമിച്ചത് നടന്നതുമില്ല. ഫോൺ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കണക്റ്റ് ആയിരുന്നില്ല. പെട്ടെന്ന് ലൈറ്റ് എല്ലാം ഓഫാകുന്നു. വേറെ വഴിയില്ലാതെ അവർ റീഡ് പോയ ഭാഗത്തേക്ക് പോകുന്നു. ഒരു ഡോർ തുറന്ന് ചർച്ച് പോലൊരു മുറിയിലേക്ക് അവർ എത്തുന്നു. അപ്പോൾ റീഡ് അവിടേക്ക് വരുന്നു. തങ്ങൾക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് അവർ കോട്ട് എടുത്തിടുന്നു. കോട്ടിൻ്റെ പോക്കറ്റിൽ തപ്പിയപ്പോൾ ബാനറിന് കീ കിട്ടിയില്ല. എന്നാൽ അത് തൻ്റെ പോക്കറ്റിൽ നിന്ന് പാസ്റ്റന് കിട്ടുന്നു. ഫ്രണ്ട് ഡോർ ഓപ്പൺ ആവില്ല, അത് ടൈമറിലാണ് പ്രവർത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ബാക്ക് ഡോറിലൂടെ പോകാമെന്ന് റീഡ് പറയുന്നു. നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് പോകാം, അതിന് കോൾ വന്നു എന്ന് കള്ളമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് റീഡ് പറയുമ്പോൾ ശരിക്കും കോൾ വന്നെന്ന് സിസ്റ്റേഴ്സ് പറയുന്നു. എന്നാൽ ഈ വീടിൻ്റെ വാളും റൂഫുമെല്ലാം മെറ്റൽ കവേഡാണ്, അതുകൊണ്ട് മൊബൈൽ സിഗ്നൽ ഉള്ളിൽ കിട്ടില്ല എന്നെല്ലാം റീഡ് പറയുന്നു. തങ്ങളുടെ കള്ളം പുറത്തായി എന്ന് മനസ്സിലായ സിസ്റ്റേഴ്സ് മുന്നിലുള്ള 2 ഡോറിൽ ഏതാണ് പുറത്തേക്കുള്ള വഴി എന്ന് ചോദിക്കുന്നു. വൈഫിനെ വിളിക്കാൻ പറയുമ്പോൾ ഇത്രയൊക്കെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും എൻ്റെ വൈഫ് ഈ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് റീഡ് ചോദിക്കുന്നു. സിസ്റ്റേഴ്സ് പേടിച്ച പോലെ നിൽക്കുന്നു. ഞങ്ങൾ ബാക്ക് ഡോർ വഴി പൊക്കോളാം എന്ന് പറഞ്ഞ് സിസ്റ്റർ ബാൺസ് 2 ഡോറുകളും തുറന്നു നോക്കുന്നു.
2 ഡോറും ഇരുട്ട് നിറഞ്ഞ തുരങ്കം പോലെ കാണപ്പെടുന്നു. ഇതേ സമയം പള്ളിയിലെ ഫാദർ സിസ്റ്റേഴ്സ് മടങ്ങിയെത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങളെ വേഗം വീട്ടിൽ പോകാൻ അനുവദിക്കണം. ഞങ്ങളുടെ പള്ളിയിലെ ഫാദർ ഞങ്ങൾ വൈകിയാൽ തിരയുമെന്നെല്ലാം അവർ പറയുന്നു. ഞാൻ നിങ്ങൾക്കൊരു ചോയ്സ് തരാമെന്ന് റീഡ് പറയുന്നു. എന്നിട്ട് മോണോപോളി എന്ന ഗെയിം എടുത്ത് ടേബിളിൽ വെക്കുന്നു. മോണോപോളി ഗെയിമിനെ പറ്റി പറയുന്നു. 1904 ഇറങ്ങിയ ലാൻഡ് ലോഡ് ഗെയിം മോണോപോളി പോലൊരു ഗെയിമാണ്. ഇതാണ് മോണോപോളിയുടെ ഐഡിയ എന്നും മോണോപോളി ലാൻഡ് ലോഡിൽ ഗെയിമിൽ നിന്നും ഇൻസ്പയർഡ് ആണെന്നും പറയുന്നു. പിന്നീട് ഏകദൈവ വിശ്വാസങ്ങളായ ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിവയെ പറ്റി പറയുന്നു. ജൂതമതമാണ് ആദ്യ ഏകദൈവ മതമെന്നും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് മോസ്റ്റ് പോപ്പുലർ വേർഷനായ ക്രിസ്തുമതമെന്നും സെക്കൻഡ് പോപ്പുലറായ ഇസ്ലാം മതമെന്നുമെല്ലാം റീഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒറിജിനലായ ജൂതമതം എന്തുകൊണ്ടാണ് ലെസ് പോപ്പുലർ ആയതെന്നും പിന്നാലെ വന്ന കോപ്പി ബേസ്ഡ് മതങ്ങൾ പോപ്പുലർ ആയതെന്നുമെല്ലാം റീഡ് ചോദിക്കുന്നു. പിന്നീട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്നു. കന്യകയിൽ നിന്ന് ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ കഥ ക്രിസ്തുവിന് മുമ്പ് തന്നെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കോമൺ സ്റ്റോറിയാണെന്നും ഏകദൈവ മതങ്ങളിലെ പല കഥകളും മറ്റ് കഥകളിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്നുമെല്ലാം റീഡ് പറയുന്നു. പിന്നീട് 2 ഡോറിൽ ഒന്നിൽ ബിലീഫ് എന്നും മറ്റൊന്നിൽ ഡിസ്ബിലീഫ് എന്നും ചോക്ക് കൊണ്ട് എഴുതുന്നു. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബിലീഫ് ഡോറിലൂടെയും അല്ലെങ്കിൽ ഡിസ്ബിലീഫ് ഡോർ വഴിയും നിങ്ങൾക്ക് പോകാം എന്നെല്ലാം പറയുന്നു. പാസ്റ്റൻ ഡിസ്ബിലീഫ് ഡോർ വഴി പോകാൻ ശ്രമിക്കുമ്പോൾ ബാനർ ബിലീഫ് ഡോർ വഴി പോകാൻ തയ്യാറാകുന്നു. ഇതൊരു ഗെയിമാണോ എന്നെല്ലാം ബാനർ ചോദിക്കുന്നു. ഏകദൈവ വിശ്വാസ മതങ്ങൾ തമ്മിൽ സിമിലാരിറ്റീസ് പോലെ ഡിഫറൻസുകൾ ഉണ്ടെന്നും പറയുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് അവർ 2 പേരും കൂടി ബിലീഫ് ഡോറിലൂടെ ഇറങ്ങുന്നു. അപ്പോൾ റീഡ് ആ ഡോർ അടയ്ക്കുന്നു. അവർ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ എത്തിച്ചേരുന്നു. തങ്ങളെ ഇവിടെ പൂട്ടിയിടുകയോ കൊന്നുകളയുകയോ ചെയ്യുമോ എന്നെല്ലാം അവർ ഭയപ്പെടുന്നു. അവിടെ കണ്ട ഒരു ചെറിയ വിൻഡോ വഴി രക്ഷപ്പെടാനും ശ്രമിക്കുന്നു. എന്നാൽ സാധിച്ചില്ല. പെട്ടെന്ന് ആരോ വരുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. പിന്നീട് ബാനർ മുന്നേ കണ്ട റൂമിൽ നിന്നെടുത്ത കത്തി പാസ്റ്റന് കൊടുത്തുകൊണ്ട് താൻ മാജിക് അണ്ടർവെയർ എന്ന് പറയുമ്പോൾ റീഡിനെ കുത്തണമെന്നെല്ലാം പറയുന്നു. എന്നാൽ അവരെ ഞെട്ടിച്ച് വളരെ അവശയായ നിലയിൽ ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വരുന്നു. അവരുടെ കയ്യിൽ പൈ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പീക്കറിൽ നിന്നും പാട്ട് കേൾക്കുന്നു. അവർ എല്ലാ വഴിക്കും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. 2 ഡോറുകളും, അതായത് ബിലീഫ് ഡോറും ഡിസ്ബിലീഫ് ഡോറും ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് എത്തുന്നതെന്ന് അപ്പോൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഒപ്പമുള്ളത് ദൈവത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണെന്നും നിങ്ങളിപ്പോൾ ഒരു മിറാക്കിൾ കാണാൻ പോവുകയാണെന്നും നിങ്ങൾ ഈ മിറാക്കിൾ കണ്ട് സാക്ഷ്യപ്പെടുത്തണമെന്നുമെല്ലാം റീഡ് പറയുന്നു. പ്രവാചകൻ പൈ കഴിക്കുകയും അതിൽ വിഷം ചേർത്തതിനാൽ അവർ മരിക്കുമെന്നും പിന്നീട് ഉയർത്തെഴുന്നേൽക്കുമെന്നും പറയുന്നു. പൈ കഴിച്ച പ്രവാചകൻ മരിച്ചു വീഴുന്നു. അവരുടെ പൾസ് ചെക്ക് ചെയ്ത് മരണം ഉറപ്പുവരുത്താൻ അവർ ശ്രമിക്കുന്നു. പൾസില്ല, അതിനാൽ അവർ മരിച്ചു എന്ന് സിസ്റ്റേഴ്സ് ഉറപ്പുവരുത്തുന്നു. ഇനി വെയിറ്റ് ചെയ്യ്, അവർ ഉയർത്തെഴുന്നേൽക്കുമെന്നെല്ലാം പറയുന്നു. പെട്ടെന്ന് വീടിൻ്റെ ഡോർബെൽ റിങ് ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് ഡോറിലൂടെ സ്ക്രീം ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ അവരുടെ ശബ്ദം ഫ്രണ്ടിൽ നിൽക്കുന്ന പാസ്റ്റർ കേൾക്കുന്നില്ല. ഇങ്ങനെ 2 സിസ്റ്റേഴ്സിനെ കണ്ടിട്ടില്ല എന്നെല്ലാം കേട്ട് പാസ്റ്റർ തിരിച്ചു പോകുന്നു. ആ ഗ്യാപ്പിൽ സിസ്റ്റേഴ്സ് ഡോറിൻ്റെ അടിയിലൂടെ കാർപ്പറ്റ് വലിച്ച് തീപ്പെട്ടി എടുക്കാൻ ശ്രമിക്കുന്നു. തീപ്പെട്ടി കയ്യിൽ കിട്ടുന്നതിന് മുന്നേ റീഡ് തിരിച്ചെത്തുന്നു. പെട്ടെന്ന് വീണ്ടും ബെല്ലടി കേട്ട് റീഡ് പോകുമ്പോൾ അവർ ആ തീപ്പെട്ടി എടുത്ത് അടിയിലേക്ക് ഓടുന്നു. തിരിച്ചെത്തിയ പാസ്റ്റർ ആ പ്രവാചകന്റെ തലയുടെ ഡയറക്ഷൻ മാറിയത് ശ്രദ്ധിക്കുകയും അവർ മൂവ് ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നു. പുറത്ത് പാസ്റ്റർ ബുക്ക്ലെറ്റ് കിട്ടിയോ എന്ന് ചോദിച്ച് ബുക്ക്ലെറ്റ് കൊടുക്കുന്നു. അതിനിടയിൽ തീപ്പെട്ടി കത്തിക്കാൻ അവർ ശ്രമിക്കുന്നു. പാസ്റ്റർ തിരിച്ചു പോകുമ്പോൾ സിസ്റ്റേഴ്സ് ഗേറ്റിൽ പൂട്ടിവെച്ച സൈക്കിൾ അവിടെ ഇല്ല എന്ന് കാണിക്കുന്നു. പെട്ടെന്ന് സിസ്റ്റേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് പ്രവാചകൻ എഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റ പ്രവാചകൻ മരണത്തിനും ഉയർത്തെഴുന്നേറ്റതിനും ഇടയിൽ കണ്ട കാര്യങ്ങൾ പറയുന്നു. അവസാനം പതുക്കെ ഇറ്റ്സ് നോട്ട് റിയൽ എന്നും പറയുന്നു. പിന്നീട് പ്രവാചകൻ വേറൊരു റൂമിലേക്കാക്കി റീഡ് അവിടെ എത്തുന്നു. നിങ്ങൾ എന്താണ് ഇവിടെ കണ്ടത് എന്ന് ചോദിക്കുന്നു. മരിച്ച ശേഷം ഏഞ്ചലിനെ കണ്ടതെല്ലാം അവർ പറഞ്ഞെന്ന് പാസ്റ്റൻ പറയുന്നു. എന്നാൽ ഇതൊരു മിറാക്കിൾ അല്ല, മാജിക് ട്രിക്ക് ആണെന്നും ബാൺസ് പറയുന്നു. താൻ പണ്ട് ഈക്കോളി ഔട്ട് ബ്രേക്ക് വന്ന സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയതും ക്ലിനിക്കലി ഡെഡായ സമയത്ത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പോലെ പ്രവാചകൻ പറഞ്ഞതുപോലെ താനും കണ്ടതായും ബാൺസ് പറയുന്നു. എന്നാൽ അതെല്ലാം നിങ്ങളുടെ തോന്നലുകളാണെന്നും ഇവിടെ മിറാക്കിളാണ് നടന്നതെന്നും റീഡ് പറയുന്നു. ആ സമയത്ത് ബാൺസ് പെട്ടെന്ന് മാജിക് അണ്ടർവെയർ എന്ന് പറയുകയും റീഡ് കത്തി ഉപയോഗിച്ച് ബാൺസിൻ്റെ കഴുത്തിൽ വെട്ടുകയും ചെയ്യുന്നു. അവിടെ പേടിച്ചിരുന്ന് കരയുന്ന പാസ്റ്റനോട് പേടിക്കേണ്ട ആവശ്യമില്ല, അവൾ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്നെല്ലാം റീഡ് പറയുന്നു. എന്നാൽ എഴുന്നേൽക്കാത്തത് കൊണ്ട് എന്തോ കുഴപ്പമുണ്ടെന്നും പറയുന്നു. മുന്നേ കണ്ട ആ സ്റ്റിച്ചിട്ട ഭാഗത്ത് മുറിക്കുകയും അതിൽ നിന്നൊരു മെറ്റൽ ഇംപ്ലാന്റ് എടുക്കുകയും ചെയ്യുന്നു. സിസ്റ്റർ ബാൺസ് ഒരു റിയൽ പേഴ്സൺ അല്ലെന്നും അവളൊരു പ്രോഗ്രാം ആണെന്നും അതിനാലാണ് ഉയർത്തെഴുന്നേൽക്കാത്തതെന്നുമെല്ലാം റീഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു.
എന്നാൽ നിനക്ക് മരിച്ചാലും തിരിച്ചു വരാൻ കഴിയുമെന്നുമെല്ലാം റീഡ് അവളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് വെറുമൊരു തിയറിയാണ്. അതുപോലെ ബാൺസിൻ്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയത് ചിപ്പൊന്നുമല്ല, അത് വെറുമൊരു ബെർത്ത് കൺട്രോളിന് ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ് ആണെന്നും പാസ്റ്റൺ തിരിച്ചു പറയുന്നു. നിങ്ങളിവിടെ നടത്തിയത് അത്ഭുതമൊന്നുമല്ല, അത് സ്റ്റേജ്ഡ് ആണെന്നും അതിൽ ചില പാളിച്ചകൾ പറ്റിയിരുന്നത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പാസ്റ്റൺ പറയുന്നു. ഇത് കേട്ട് റീഡ് പരിഭ്രമിക്കുകയും അത് ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നെങ്ങനെയാണ് പ്രൊഫറ്റ് തിരിച്ചു വന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ബോഡികൾ മാറ്റിയിരിക്കാമെന്ന് അവൾ പറയുന്നു. പാസ്റ്റൺ വന്ന സമയത്ത് സിസ്റ്റേഴ്സ് ഡോറിനടുത്തേക്ക് മാറിയപ്പോൾ മറ്റൊരു സ്ത്രീ സീക്രട്ട് ഡോറിലൂടെ വന്ന് മരിച്ച ബോഡി മാറ്റുകയും മുന്നേ കൊടുത്തിരുന്ന സ്ക്രിപ്റ്റ് വായിക്കുകയും ചെയ്തിരിക്കാം. എന്നാൽ അവസാനം ഇറ്റ്സ് നോട്ട് റിയൽ എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തതാകാം. മിറാക്കിൾ റിയൽ അല്ലെന്ന് അവർ പറയാൻ ശ്രമിച്ചതാകാം ഇതെന്ന് പാസ്റ്റൺ പറയുന്നു. താൻ മുന്നേ പറഞ്ഞ റീഡിൻ്റെ പ്ലാനിൽ നിന്ന് മാറി സംഭവിച്ചത് ഈ അവസാനം കൂട്ടിച്ചേർത്ത വാചകമാണെന്നും പറയുന്നു. നീ ഈ പറയുന്നത് ശരിക്കും സംഭവിച്ചതാണെങ്കിൽ ഒരു സീക്രട്ട് ഡോറ് ഇവിടെ ഉണ്ടാകേണ്ടതാണല്ലോ എന്ന് പറഞ്ഞ് അവിടെയെല്ലാം പരിശോധിച്ച് കാണിക്കുന്നു. എന്നാൽ പാസ്റ്റൺ ടേബിൾ മാറ്റുകയും അടിയിലേക്ക് ഒരു സീക്രട്ട് ഡോർ കണ്ടെത്തുകയും ചെയ്യുന്നു. വൺ ട്രൂ റിലീജിയൻ ഏതാണെന്ന് അറിയണമെങ്കിൽ മാത്രം ആ ഡോറിലൂടെ കടക്കാവൂ എന്ന് റീഡ് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അവൾ അതിലൂടെ ഇറങ്ങുന്നു. അപ്പോൾ താഴെ മുന്നേ മരിച്ച പ്രൊഫറ്റിൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തുന്നു. പെട്ടെന്ന് റീഡ് വന്ന് ഡോർ അടയ്ക്കുന്നു. പാസ്റ്റൺ തൻ്റെ മൊബൈൽ ലൈറ്റ് ഉപയോഗിച്ച് മറ്റൊരു വാതിൽ തുറന്നു പോകുന്നു. അവിടെ പല മതചിഹ്നങ്ങളും മറ്റും കാണുന്നു. അവസാനം തൻ്റെ സൈക്കിൾ പൂട്ടിയിരുന്ന ലോക്ക് കൊണ്ട് പൂട്ടിയ ഒരു മുറി കണ്ടെത്തുന്നു. കോട്ടിൽ നിന്ന് താക്കോലെടുത്ത് അവൾ അത് തുറക്കുന്നു. ആ മുറിയിൽ കുറേ ചെറിയ കൂടുകളിൽ കിടക്കുന്ന നിരവധി സ്ത്രീകളെയാണ് അവൾ കണ്ടെത്തുന്നത്. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ റീഡ് അങ്ങോട്ട് വരുന്നു. വൺ ട്രൂ റിലീജിയൻ ഏതാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് റീഡ് ചോദിക്കുന്നു. ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് വൈഫിനോട് സംസാരിക്കാൻ പോയ നിങ്ങൾ ബാൺസിൻ്റെ കോട്ടിൽ നിന്ന് താക്കോലെടുത്ത് സൈക്കിൾ ഒളിപ്പിക്കുകയും ആരെങ്കിലും ഇവിടെ അന്വേഷിച്ചു വന്നാൽ സൈക്കിൾ കാണാതിരിക്കാനാണ് ഇതെന്നും പറയുന്നു. എന്നാൽ കീ തിരിച്ചു വെച്ചപ്പോൾ കോട്ട് മാറിയത് ഒരു മിസ്റ്റേക്ക് ആണെന്ന് ഞങ്ങൾ കരുതിയെന്നും എന്നാൽ അത് മനഃപൂർവ്വമായിരുന്നെന്നുമെല്ലാം പറയുന്നു. അതുകൂടാതെ താൻ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ പ്ലാൻ ആയിരുന്നെന്നും വൺ ട്രൂ റിലീജിയൻ എന്നത് കൺട്രോൾ ആണെന്ന് സ്ഥാപിക്കാനാണ് ഇതെല്ലാം എന്നും പാസ്റ്റൺ പറയുന്നു. ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നീ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്, റിലീജിയൻ എന്നത് സിസ്റ്റം ഓഫ് കൺട്രോൾ മാത്രമാണെന്നും റീഡ് പറയുന്നു. സിസ്റ്റർ പാസ്റ്റൺ അവിടെയുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് നിന്റെ സഹായമൊന്നും വേണ്ട, അവർ ഇവിടെ ഇങ്ങനെ എത്തിയത് അവർ തന്നെ ചൂസ് ചെയ്താണെന്നും പറയുന്നു. ബട്ട് നിങ്ങൾ ഒരാളെ കൊന്നില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല, അത് അവരുടെ വിശ്വാസമാണ് വിഷം ചേർത്ത ആ പൈ തിന്നാൻ അവളെ നിർബന്ധിച്ചതെന്ന് റീഡ് പറയുന്നു. നിങ്ങളുടെ വിശ്വാസങ്ങളാണ് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസിൻ്റെ പിന്നിലെന്നും നിങ്ങൾ എന്തിനാണ് ഇത്തരം ഡിസിഷൻ എടുക്കാൻ എന്നെ നിർബന്ധിക്കുന്നതെന്നുമെല്ലാം റീഡ് ചോദിക്കുന്നു. മറ്റുള്ളവരുടെ ഐഡിയകളാണ് നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഡിസിഷൻസിനെയും നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ മതം നിങ്ങളെ നിയന്ത്രിക്കുന്നു. നിങ്ങൾ ആരെ ആരാധിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്നെല്ലാം മതം തീരുമാനിക്കും. എന്ത് അണ്ടർവെയർ ധരിക്കണം എന്നതുപോലും അവർ തീരുമാനിക്കുമെന്ന് റീഡ് പറയുന്നു. എന്ത് എന്ന് പാസ്റ്റൺ ചോദിക്കും. അപ്പോൾ റീഡ് മാജിക് അണ്ടർവെയർ എന്ന് പറയുകയും പാസ്റ്റൺ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് റീഡിൻ്റെ കഴുത്തിൽ കുത്തുകയും അവിടെ നിന്ന് ഓടി മുന്നേ കാണിച്ച ആ ചർച്ച് പോലുള്ള മുറിയിലെത്തുകയും ചെയ്യുന്നു. ഡോർ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ആ ഡോറ് പഴയ മുറിയിലേക്ക് തന്നെയാണ് എത്തുന്നതെന്ന് മനസ്സിലാവുന്നത്. അവിടെ എത്തിയിരുന്ന റീഡ് കത്തികൊണ്ട് പാസ്റ്റൻ്റെ വയറിൽ കുത്തുന്നു. രണ്ടുപേരും നിലത്ത് വീഴുകയും നമുക്ക് വേണ്ടി പ്രേ ചെയ്യണമെന്നും റീഡ് പറയുന്നു. എന്നാൽ പ്രേയിങ് വർക്ക് ചെയ്യില്ലെന്നും പ്രേയിങ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് പ്രേ ചെയ്തവരുടെയും ചെയ്യാത്തവരുടെയും ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നും പാസ്റ്റൺ പറയുന്നു. എന്നാലും പ്രേ ചെയ്യുന്നത് മനോഹരമാണ്, ഫലമൊന്നുമില്ലെങ്കിലും ഞാൻ പ്രേ ചെയ്യുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ റീഡ് ഇഴഞ്ഞു വന്ന് പാസ്റ്റനെ കൊല്ലാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് മുമ്പ് നമ്മൾ മരിച്ചെന്ന് കരുതിയ സിസ്റ്റർ ബാൺസ് ഒരു മരപ്പലക കൊണ്ട് റീഡിൻ്റെ തലയിലടിക്കുകയും റീഡ് മരിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ സിസ്റ്റർ ബാൺസും മരിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് വന്ന് ചർച്ച് പോലുള്ള മുറിയിലെത്തുകയും അവിടെയുള്ള വീടിൻ്റെ മിനിയേച്ചർ നോക്കി ഒരു വെന്റിലേറ്റർ വഴി രക്ഷപ്പെട്ട് പുറത്തെത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ചിത്രശലഭം വന്ന് അവളുടെ വിരലിലിരിക്കുന്നതായി കാണിക്കുന്നു. പാസ്റ്റൺ മുന്ന് പറഞ്ഞ പോലെ മരിച്ചാൽ ചിത്രശലഭമായി വന്ന് വിരലിലിരിക്കുമെന്ന് പോലെ